നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് വൈശാഖമാസം 1-ാമത്തെ ദിവസമാണ്. ഇന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് വൈശാഖം അനുഷ്ഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിരുന്നാലും ഒന്നും കൂടെ എന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അത്രയേറെ പുണ്യം ലഭിക്കുന്ന ഒരു മാസമാണ്. ഒരുപാട് പുണ്യം ലഭിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് വേണ്ടാന്ന് പറയില്ലല്ലോ. കാരണം ഇതൊക്കെ ഭഗവാനിലേക്ക് എത്തുന്ന വഴികളാണ്, ഭഗവാനിലേക്ക് എത്താനുള്ള പടവുകളാണ്. ഈ വൈശാഖ മാസമൊക്കെ ആചരിച്ചു കഴിഞ്ഞാൽ അത് അവിടേക്ക് എത്തും, അല്ലെങ്കിൽ അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും എന്നൊക്കെയാണ് പറയുക. ഈ ഒരു മാസക്കാലം ഭഗവാനെ വേണ്ട വിധം ചിട്ടയോട് കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വൈശാഖം ആചരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലമാണ് ലഭിക്കുക. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യം. അപ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രഭാതത്തിലെ സ്നാനമാണ്, പിന്നെ ഒന്ന് നാമജപമാണ്, പിന്നെ ഒന്ന് ദാനധർമ്മങ്ങളാണ്. അപ്പോൾ സ്നാനത്തെക്കുറിച്ച് പ്രത്യേകം ആരെടുത്തും പറയേണ്ട, എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുന്നവർ തന്നെയാണ്. നാമം ചൊല്ലാനായിട്ടും ആരെയും ഓർമ്മിപ്പിക്കേണ്ട. പിന്നെ അതിൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും നാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പം ഞാനത് എണ്ണി വരാറുണ്ട്. ആ എണ്ണി വരുമ്പോൾ ആ എണ്ണം കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് വൈശാഖമാസം ആയതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ വൈശാഖത്തിലാണ് ഇത് പുനരാരംഭിച്ചിട്ടുണ്ടായിരുന്നത് നാമജപം. അപ്പൊ ഈ വർഷം കൂടുതൽ വലിയൊരു സംഖ്യ തന്നെ നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം. വൈശാഖ മാസത്തിൻ്റെത് മാത്രമായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷവും അത് കൂടുതലായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നാമൊക്കെ ചൊല്ലാം. മുടങ്ങിയിരിക്കുന്നവരൊക്കെ പിന്നെയും ചൊല്ലാനായിട്ട് ആരംഭിക്കുക. ഇതുവരെ നാമം ചൊല്ലാനായിട്ട് തുടങ്ങാത്തവരൊക്കെ ഈ ഒരു വൈശാഖ മാസത്തിൽ തുടങ്ങാനായിട്ട് അവർക്കും സാധിക്കട്ടെ. ഇപ്പം എണ്ണി വരുമ്പോൾ 1 ലക്ഷമൊക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ 1 ലക്ഷമാണോ നമുക്ക് പുണ്യം ലഭിക്കുക? അല്ല, ഒരു 10 ലക്ഷം വരെ ആയിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ നാമജപം ആരും മുടക്കണ്ട കേട്ടോ. കൂടുതൽ സംഖ്യയായിട്ട് ഓരോ ദിവസവും എനിക്ക് എണ്ണീട്ട് വരാനായിട്ട് സാധിക്കട്ടെ. അപ്പം നന്നായിട്ട് നാമം ജപിച്ചോളൂ. പിന്നെ ദാനധർമ്മം, അതിൽ പൊതുവെ എല്ലാവരും കുറച്ച് പുറകിലേക്കാണ്. നമ്മുടെ കയ്യിൽ അതിനുള്ളത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇല്ലാത്തതിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നല്ല പറയുന്നത്. നമുക്കുണ്ടായിരിക്കണം. അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്കുണ്ടെങ്കിൽ ഇനി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു ചെറിയ അളവിലാണോ നമുക്ക് സാധിച്ചേ? അത് മതി. കുഞ്ഞു രീതിയിലെങ്കിലും നമുക്ക് ഒരു ദാനം ചെയ്യാനായിട്ട് സാധിക്കണം. അതിപ്പോൾ നമുക്ക് ഒരു പക്ഷിക്കോ ഒരു മൃഗത്തിനോ ആണ് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഒരു നെൽമണിയാണോ കൊടുക്കാൻ പറ്റിയത്? അതിനു പോലും അതിൻ്റെ മഹത്വം ഉണ്ടെന്നാണ് പറയുക. അപ്പൊ സാധിക്കുന്ന രീതിയിൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ വലിയ തുകകൾ സമർപ്പിക്കണം, വലിയ വലിയ രീതിയിൽ ചിലവാക്കിക്കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം. അതുമാത്രമല്ല, അത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് വേണം എല്ലാതും ചെയ്യാനായിട്ട്. ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെ യുക്തിക്ക് അനുസരിച്ച് ഭഗവാന് വേണ്ടി സമർപ്പിക്കുക എന്ന് വിചാരിക്കാം. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതിൽ കൂടുതൽ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാനെ എന്ന് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിച്ചത്, ഭഗവാൻ സന്തോഷിക്കണു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് ഓരോ കാര്യങ്ങളും ഓരോ ദിവസങ്ങളും നമ്മൾ ആചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്, നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും. അത്രയൊക്കെയാണ്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുക. ഈ ഒരു വൈശാഖം ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേടിത്തരട്ടെ കേട്ടോ. പിന്നെ പല വിശേഷ ദിവസങ്ങൾ കൂടെ വരുന്ന ഒരു മാസമാണ്. ഇപ്പം നാളെ ബലരാമ ജയന്തിയാണ്, അക്ഷയ തൃതീയൊക്കെയാണ്. അതുപോലെ നരസിംഹ ജയന്തി, ദത്താത്രേയ ജയന്തി, ബുദ്ധപൂർണിമ, അങ്ങനെ പലതരത്തിലുള്ള വിശേഷ ദിവസങ്ങൾ കൂടെ വരുന്ന ഒരു മാസമാണ്. അപ്പം അതിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് ഈ ഒരു വൈശാഖം എന്ന് പറയുന്നത് ഇത്രയേറെ പുണ്യം നിറഞ്ഞിട്ടുള്ള ഒരു മാസമായിട്ട് മാറിയത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, എല്ലാവർക്കും വൈശാഖം വളരെ നന്നായി തന്നെ ആചരിക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക, വേണ്ട വിധം കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സംശയങ്ങൾ, നമ്മുടെ ഭക്തർക്ക് സംശയം ഒഴിഞ്ഞിട്ടുള്ള സമയമില്ല കേട്ടോ. അത് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ കടമ തന്നെയല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും അത് അറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ കുറച്ച് സംശയങ്ങൾ, അതിൻ്റെ മറുപടികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കഥയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം കാളിയമർദ്ദന രൂപത്തിലായിരുന്നു കേട്ടോ. കാളിയന്റെ മുകളിൽ കയറി നിൽക്കുക ഭഗവാൻ. ഒരു കൈ കൊണ്ട് കാളിയന്റെ വാല് പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് അങ്ങനെ സുന്ദരനായി നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ കാളിയമർദ്ദനൊക്കെ വന്ന സമയത്ത് എന്താണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വൈശാഖം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു പുണ്യമാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുന്ന ആ ഒരു സമയത്തിന് മുൻപായിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷിച്ച വിചാരങ്ങളെയും ഇല്ലാതാക്കണം. ഞാൻ എന്നുള്ള ഭാവമാണ് ഏറ്റവും ആദ്യം എടുത്തു മാറ്റേണ്ടത്. അങ്ങനെ ദേഷ്യം, കോപം, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഷഡ്വൈരികൾ അങ്ങനെയും പറയാം. അപ്പം അതിലെല്ലാതും പെട്ടുല്ലോ. അതിൻ്റെ ശാഖകൾ, ഉപശാഖകൾ ആയിട്ട് ഒട്ടനവധി ദുഷിച്ച ചിന്തകൾ, വികാരങ്ങളൊക്കെ ഉണ്ട്. അതിനെയെല്ലാം എടുത്ത് മാറ്റണം എന്നാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത്. അതിനെയൊക്കെ ചവിട്ടി വേണം നമ്മൾ നല്ലൊരു മാസത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ വികാരങ്ങളെ നിയന്ത്രിക്കുക, അതും അതിനോടൊപ്പം തന്നെ വരുന്നതാണ്. അതായത് ദേഷ്യമൊക്കെ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിനെയൊക്കെ നിയന്ത്രിക്കുക, അതാണ് നമ്മുടെ വിജയം. അതിപ്പോൾ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള വികാരങ്ങളാണെങ്കിലും അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് ഭഗവാന്റെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പാകപ്പെടുത്തലാണ്, അതൊരു ഓർമ്മിപ്പിക്കലാണ് ഈ കാളിയമർദ്ദനം എന്നുള്ള അലങ്കാരം വന്നതിലൂടെ ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം നല്ല ശുദ്ധിയായിട്ടുള്ള, വൃത്തിയായിട്ടുള്ള മനസ്സുമായിട്ട് പുതിയൊരു മാസത്തെ നമ്മൾ വരവേൽക്കാനായിട്ട് പോവുകയാണ്, ഈ ഒരു പുണ്യമാസത്തെ. അത് തന്നെയാണ് ഭഗവാന് നമ്മുടെ ഓരോരുത്തരുടെ അടുത്തും പറയാനുള്ളത് കേട്ടോ. അപ്പോൾ കാളിയമർദ്ദനം, നടനമാടുന്ന കാളിയമർദ്ദന രൂപത്തിൽ ചാർത്തിയിട്ടുള്ള ഭഗവാന്റെ ആ ഒരു അലങ്കാരം, ആ ഒരു രൂപം നമുക്ക് എല്ലാവർക്കും മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിക്കാം കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒരു ഭക്ത എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. അവരുടെ പേര് ഞാൻ ഓർക്കണില്ല, വാട്സപ്പിൽ വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അവരെ നാമം ജപിക്കാനായിട്ട് സന്ധ്യാസമയത്ത് ഇരുന്നിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഭർത്താവ് ഒരു കൂവളത്തിന്റെ തൈ കൊണ്ടുവന്നിട്ട് മുറ്റത്ത് നട്ടൂത്രേ. അപ്പൊ സന്ധ്യാസമയം ആയതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആ ഒരു സമയത്ത് നട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? കാരണം കൂവളാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഒരു ദോഷമില്ല കേട്ടോ. കൂവളം എന്ന് പറയുന്നത് അത്രയും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന മഹാദേവന്റെ കണ്ണുകളാണെന്നാ പറയാ. ഈ 3 ഇലകള്, 2 കുഞ്ഞു കണ്ണുകളും പിന്നെ ഒന്ന് മൂന്നാമത്തെ കണ്ണുവാണെന്നാ പറയാ. അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജാപുഷ്പമാണ് ഈ കൂവളം എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന് വീട്ടിൽ നട്ടത് കൊണ്ട് ഒരു ദോഷവും ഇല്ല കേട്ടോ. അത് സമയം അതാണെങ്കിലും കൂടെ ഒരു കുഴപ്പമില്ല. നന്നായിട്ട് അതിനെ പരിപാലിക്കുക, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക, നന്നായി ശുശ്രൂഷിച്ചിട്ട് വളർന്നു വരുമ്പോൾ അവിടുന്ന് ഇലകളൊക്കെ കൊണ്ടുപോയിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ കൊടുക്കുക. മാലയൊക്കെ കെട്ടാനായിട്ട് നമുക്കും കെട്ടിയിട്ട് കൊണ്ടുപോയി സമർപ്പിക്കാം. നമ്മുടെ വീട്ടിലും പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാലയൊക്കെ കെട്ടിയിട്ട് ചാർത്താട്ടോ. അതൊക്കെ മഹാദേവന് വളരെ വിശേഷമാണ്, വലിയ ഇഷ്ടം കൂടിയാണ്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒരു കൂവളമരമൊക്കെ ഉണ്ട്, തെക്ക് ഭാഗത്തായിട്ട് പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ടത് വേങ്ങേരി പറമ്പ് അങ്ങനെയാണ് കേട്ടിരിക്കണത് കേട്ടോ, അവരുടെ ആയിരുന്നു. അപ്പം എൻ്റെ ഗുരുനാഥിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ നട്ടവരെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ദേവസ്വം ആ സ്ഥലമൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം മാറി, പക്ഷെ ആ കൂവളം മാത്രം ഇപ്പോഴും സംരക്ഷിച്ചു പോരുകയാണ്. ഇതിനു മുൻപ് ഒരിക്കൽ അതിങ്ങനെ അതിൻ്റെ ആ മരമൊക്കെ ചില്ലകളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല സങ്കടമായി, കാരണം അതവിടെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക ചൈതന്യമാണ്. അത് ഒടിഞ്ഞു വീണപ്പോൾ കുറേ പേർക്ക് വിഷമമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ മരത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അതിന് ഭാരം കൂടിക്കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റാതെ ആ കൊമ്പുഞ്ചിലൊക്കെ വീണെന്ന് വരും, പിന്നെയും അത് പൊടിച്ച് വരും, അത്രയേ ഉള്ളൂ. അതേപോലെ അത് പിന്നെയും അത് പുനർജീവിച്ചത് പിന്നെയും ജീവിക്കുന്നുണ്ട്, സുഖമായിട്ട് സന്തോഷമായിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ അവിടെ നിന്നൊക്കെ ഈ അതിൻ്റെ കൊമ്പുകളൊക്കെ, അതായത് മാല കെട്ടാനൊക്കെ ആയിട്ട് മമ്മിയൂർ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും നടക്കില്ല. എന്നാലും ഭക്തരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ് അവിടെ, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. പക്ഷെ വീഡിയോഗ്രാഫി ഇപ്പൊ നിരോധിച്ചിട്ടുണ്ട്. എന്നാലും ഡാൻസ് ഒക്കെ കളിക്കാൻ വരുന്ന കുട്ടികളുണ്ടല്ലോ, ഭരതനാട്യം, മോഹിനിയാട്ടം, അവരുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ വിവാഹ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനും കൂടിയാണത്. അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ കൂവള മരത്തിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചതുകൊണ്ടോ ഇപ്പൊ വൈകിട്ട് സന്ധ്യാസമയത്ത് കൊണ്ടുവന്ന് നട്ടതുകൊണ്ടോ ഒന്നും യാതൊരുവിധ ദോഷവും ഇല്ല. നന്നായിട്ട് പരിപാലിക്കുക, അത് മഹാദേവന്റെ പ്രിയപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിലും അതിന് വളരാനായിട്ടുള്ള ഒരു ഭാഗ്യം, വളർത്താനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്, അങ്ങനെ വിചാരിക്കണ്ടോ. ഇപ്പൊ തുളസിയെ നമ്മൾ എത്രത്തോളം പരിചരിക്കുന്നുണ്ടോ അതേപോലെ തന്നെ കൂവളത്തെയും പരിചരിക്കാം.
ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക മാല കെട്ടാനായിട്ട്. അത്രേ പറയാറുള്ളൂ കേട്ടോ. നല്ലതാണ്, വളരെ നല്ലതാണ് വീട്ടിലൊക്കെ വളർത്തുന്നത്. പിന്നെ കൂവളം നട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. സാധാരണ മരങ്ങൾ പോലെ അത് വെട്ടിക്കളയാനൊന്നും പറ്റില്ല, പാടില്ല. അതിനെ യഥാവിധി സംസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെയും എല്ലാ കാര്യങ്ങളും മാറ്റിയപ്പോഴും കൂവളം മാത്രം അവിടെ നിലനിന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, കൂവളാണെങ്കിലും ആൽമരമൊക്കെ ആണെങ്കിലും അതിനെ സംസ്കരിക്കുകയാണ് ചെയ്യാന്നുള്ളത്. അതിന് വിധിപ്രകാരം ചെയ്യാൻ വേണം. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അത് സംരക്ഷിച്ച് നിർത്തുക, നന്നായി തന്നെ അതിനെ പരിപാലിക്കുക, അതാണ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓമന എന്ന് പറഞ്ഞിട്ടുള്ള അമ്മയാണ് കേട്ടോ. 66 വയസ്സുള്ള അമ്മയാണ്. അമ്മ ഇപ്പോൾ ഒമാനിലാണ്. നാരായണനാമൊക്കെ എഴുതുന്നുണ്ട്, വരുന്ന സമയത്ത് കൊണ്ടുവന്ന് സമർപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ചോദിച്ചിരിക്കുന്നത് അമ്മയുടെ മകള് അമ്മയെ വിളിച്ചിട്ട് 1 വർഷമായി അവർ തമ്മിൽ സംസാരിച്ചിട്ട്. അപ്പോൾ അതെന്തോ മരുമകനുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് അത് ബ്ലോക്ക് ആക്കിയെന്ന്. അതുകൊണ്ട് വിളിക്കാനായിട്ടൊന്നും പറ്റണില്ല. അപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കാനായിട്ടുള്ള ആഗ്രഹം അമ്മയ്ക്കുണ്ട്. അതിന് എന്ത് വഴിപാടാ ചെയ്യണ്ടേന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് ആലോചിക്കുക നമ്മളെല്ലാവരും. 66 വയസ്സായിട്ടുള്ള അമ്മയാണ്. നമ്മൾ എന്നും കാണുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവർ കണ്ടാൽ മതി. പക്ഷേ സംസാരിക്കണില്ല, ദൂരെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ മകളും ഇതേപോലെയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വിളിക്കാത്തത്. പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് പറഞ്ഞാൽ മാത്രമേ, അത് സംസാരിച്ചാൽ മാത്രമേ അത് തീരുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, സംസാരിക്കാതെ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ വാശി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പേർക്കും വാശിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുക ചെയ്യാം. അപ്പോൾ പഴയതിനേക്കാളും വലിയ രീതിയിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അകൽച്ച ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ബ്ലഡ് റിലേഷനൊക്കെ ആകുമ്പോഴാണ് അവർക്കത് കൂടുതൽ വിഷമാകുക. നേരെ മറിച്ച് അല്ലാത്ത റിലേഷനൊക്കെ ആണെങ്കിൽ അത്ര വലിയ, ഇപ്പോൾ ഓരോ ബന്ധങ്ങളും നമുക്കറിയില്ല, അത് ഓരോരുത്തരും എടുക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. അപ്പം അമ്മയും മകൾ അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പവിത്രമായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. സംസാരിച്ച് നോക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. നമ്പർ ഇനിയും ബന്ധുക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ കയ്യിൽ നമ്പർ ഉണ്ടായിരിക്കാം, ഈ മകളുടെ നമ്പർ ഉണ്ടായിരിക്കാം. അവിടെ നിന്നൊക്കെ കണ്ടെത്തിയിട്ട് വിളിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു വിളിക്കായിട്ടാവും ചിലപ്പോൾ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ സംസാരിച്ചാലേ അറിയുള്ളൂ. പിന്നെ വഴിപാടുകൾ എന്ന് പറയുന്നത് എന്ത് വഴിപാട് വേണമെങ്കിലും ഭഗവാന് സമർപ്പിക്കാം കേട്ടോ. പൽപ്പായസോ ത്രമാതരോ ഏത് വേണമെങ്കിലും സമർപ്പിക്കാം. പിടിപ്പണം സമർപ്പിച്ചോളൂ, അത് നല്ലതാണ്. കാരണം പിടിപ്പണം എന്ന് പറഞ്ഞാൽ അറിയാലോ, എണ്ണാതെ ഒരു പിടി പണം എടുത്തിട്ട് അത് കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുക. ഇപ്പോൾ വിദേശത്തായതുകൊണ്ട് അങ്ങനെ സമർപ്പിച്ചോളാന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഭഗവാന്റെ അടുത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുക. അപ്പോൾ അതിനുള്ള വഴി ഭഗവാൻ തന്നെ ഒരുക്കി തരും. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ പ്രാർത്ഥിക്കണത് അതെന്തായാലും ഭഗവാൻ കേൾക്കാതിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ജാതകത്തിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിരിക്കും, അങ്ങനെ പിരിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ, ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമായി. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് നാമം ജപിക്കുക, പിന്നെ മകളോട് സംസാരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വെക്കുക. അപ്പോൾ പിന്നെ ഭഗവാൻ ബാക്കി നോക്കിക്കോളും. വഴിപാടുകൾ ഏത് വേണമെങ്കിലും സമർപ്പിച്ചോളൂ, പിടിപ്പണം സമർപ്പിച്ചോളൂ. അതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കൊരു കഥ പറയാം കേട്ടോ. മഹാഭാരതത്തിലുള്ള ഒരു കഥയാണ്. കൗശികൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവുണ്ട്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, അറിവുകളൊക്കെ നേടാനായിട്ട്, വിദ്യാസമ്പന്നനാകാനായിട്ട് വലിയ ആഗ്രഹമുള്ള ഒരു ആളായിരുന്നു. എല്ലാം അറിയാനുള്ള ആ ഒരു ത്വരയുള്ള ആളായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ വീടും നാളൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പഠിക്കാനായിട്ട് വന്നു. അങ്ങനെ പഠിച്ചു, അദ്ദേഹം മുതിർന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ അറിവുകളും അദ്ദേഹം സ്വന്താക്കി. അങ്ങനെ എല്ലാം പഠിച്ചു, എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഭിക്ഷയ്ക്കായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം അതിന് മുൻപായിട്ട് അവിടെ തന്നെ ഒരു ആൽമരത്തിന് ചുവട്ടിലിരുന്നിട്ട് താൻ പഠിച്ച കാര്യങ്ങൾ, ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആൽമരത്തിന് മുകളിലായിട്ട് ഒരു കൊക്ക് ഉണ്ടായിരുന്നു. ആ കൊക്ക് അറിയാതെ അത് കാഷ്ടിച്ചു. അത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ വന്ന് വീണു. അത് വന്ന് വീണപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് ദേഷ്യം വന്നുകൊണ്ട് എണീറ്റിട്ട് ആ കൊക്കിനെ നോക്കി, രൂക്ഷമായിട്ടൊരു നോട്ടം അങ്ങടെ നോക്കി. അതോടുകൂടിയിട്ട് കൊക്ക് ഭസ്മായി പോയി, വെന്ത് ചാരമായിട്ട് പോയി. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ആകെ സന്തോഷം വരിക ചെയ്തേ. കാരണം താൻ പഠിച്ച കാര്യങ്ങളിലൂടെ, തൻ്റെ അറിവിലൂടെ, താൻ സമ്പാദിച്ച കാര്യങ്ങളിലൂടെ, തൻ്റെ ജപം, തപസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ സ്വന്തമാക്കിയ ആ ഒരു സിദ്ധി കൊണ്ട് ഈ കൊക്കിനെ താൻ ഇല്ലാതാക്കി. ആ നോട്ടം കൊണ്ട് അത് ഭസ്മായി പോയി. അപ്പം അത്രയും അറിവ്, അത്രയും ജ്ഞാനിയാണ് താൻ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. എല്ലാം തികഞ്ഞവനാണ് താൻ എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അത്രയും കഴിവുള്ളവർക്കാണല്ലോ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഭസ്മാക്കാനായിട്ട് സാധിക്കുക. അപ്പം അങ്ങനെ ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അപ്പം എല്ലാം തികഞ്ഞവനാണ് താൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടുന്ന് ഭിക്ഷ യാചിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലെത്തി.
അവിടെ ആദ്യം കണ്ട ഒരു വീടിന് മുന്നിൽ നിന്നിട്ട് ഭിക്ഷയ്ക്കായിട്ടാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പം അകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു കേട്ടോ. അവർ പറഞ്ഞു, ഒരു 15 മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കൂ, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇങ്ങനെ കാത്തു നിന്നു. ആദ്യം കയറിയ വീടാണ്, അപ്പോൾ കാത്തു നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം കാത്തു നിന്നു. പക്ഷെ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുറേ സമയം ഇങ്ങനെ കാത്തു നിൽക്കാനായിട്ട്, അങ്ങനെ മുഷിഞ്ഞ് നിൽക്കാനായിട്ടൊന്നും ഇഷ്ടമില്ല. അങ്ങനെ കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഇദ്ദേഹം കൊണ്ട് നോക്കി, അതേപോലെ ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. പക്ഷെ ആ സ്ത്രീ സാധാരണ രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വന്ദിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ, അങ്ങ് ആ കുക്കിനെ ഭസ്മാക്കിയ പോലെ എന്നെയൊക്കെ അങ്ങനെ ആക്കാം, അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാനേ എന്തുകൊണ്ടാണെന്നറിയോ താമസിച്ചത്, എൻ്റെ ഭർത്താവ് കിടക്കയിൽ അത് വയ്യാതെ, എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിന് എനിക്ക് നടക്കാനൊന്നും സാധിക്കില്ല. ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വരാനായിട്ട് സാധിക്കാഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട ആ ഭിക്ഷയൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ധർമ്മത്തെക്കുറിച്ച് അങ്ങേക്ക് കൃത്യമായിട്ട് അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, അത് പറഞ്ഞു തരാനുള്ള സമയമൊന്നുമില്ല. അങ്ങൊരു കാര്യം ചെയ്യൂ, അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒരു ഇറച്ചി വെട്ടുകാരനെ കാണാം. അദ്ദേഹം വളരെ മര്യാദക്കാരനാണ്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ധർമ്മത്തെക്കുറിച്ച് ചോദിച്ച് അദ്ദേഹം അത് കൃത്യമായിട്ട് അങ്ങേക്ക് പറഞ്ഞു തരും. അങ്ങ് ദയവ് ചെയ്ത് ഒന്ന് അവിടെ വരെ പോകണമെന്ന് വളരെ സൗമ്യമായിട്ടാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സംസാരം ഇദ്ദേഹം, കൗശികൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്, ഇദ്ദേഹം പ്രതീക്ഷിക്കുക പോലും ചെയ്തില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ താനാണ് ഏറ്റവും വലിയ ജ്ഞാനി, അതെനിക്കെല്ലാം അറിയാം, ഇനി അറിയാനായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു ഭാവമാണ്. അപ്പോൾ കേവലം ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് നിന്ന് താൻ ഇനിയും പഠിക്കാനുണ്ടോ ധർമ്മത്തെക്കുറിച്ച്, അങ്ങനെ ഒരു ചിന്ത ഇദ്ദേഹത്തിന് വരാതിരുന്നില്ല. എന്നാലും ഈ സ്ത്രീ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ഉണ്ടോ, അത് ഒരു തമാശ രീതിയിൽ എന്നേക്കാൾ ഇനി ഇതിനേക്കാൾ അറിവ് അദ്ദേഹത്തിന് ആ ഇറച്ചി വെട്ടുകാരനുണ്ടോ എന്നും കൂടെ ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഈ കൗശികൻ ഇദ്ദേഹം ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി. അപ്പം അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം കാത്തു നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് കൗശികൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് അങ്ങനെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത സമയത്തേക്ക്, അപ്പോൾ അതൊക്കെ കൊടുക്കേണ്ടത് എൻ്റെ ജോലിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങേക്ക് കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നതിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും ആ പക്ഷീനെയൊക്കെ ഭസ്മമാക്കിയിട്ടാണ് വരുന്നത് എന്ന് തോന്നുന്നുല്ലോ, ആ സ്ത്രീയല്ലേ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കൗശികൻ അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം ആ സ്ത്രീയും ചോദിച്ചു ഇതേ കാര്യം, ഇദ്ദേഹം ഇതെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ വെറുതെ ഊഹിച്ചതാണ്, എൻ്റെ ഊഹം തെറ്റാറൊന്നുമില്ല, ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് നേരം കൂടെ ഒന്ന് കാത്തിരിക്കൂട്ടോ, എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ 1-2 കാര്യങ്ങൾ തീർക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്ത് പോയി. അപ്പോൾ അവർ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളാണ്, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി. അവരതൊക്കെ ചെയ്തതിന് ശേഷം തിരികെ കൗശികൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ശരി ഇനി അങ്ങ് പറയൂ, എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു ഈ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത്. അപ്പോൾ ഇറച്ചി വെട്ടുകാരൻ പറഞ്ഞു, ധർമ്മം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മുടെ മനസ്സിലുള്ള ദുഷിച്ച എല്ലാ വികാരങ്ങളെയും ഇല്ലാതാക്കുക. അതായത് ദേഷ്യം, കോപം, കാമം, അങ്ങനെയുള്ള വിദ്വേഷം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുക. പിന്നെ മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്ത്, പെരുമാറുന്ന സമയത്ത് നല്ല പെരുമാറ്റം, സ്നേഹം, അനുകമ്പ, ദയ, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലൂടെ ഇടപഴകാനായിട്ട് ശ്രദ്ധിക്കുക. അസത്യം പറയാതിരിക്കുക എന്ന് പറഞ്ഞു. അതാണ് ധർമ്മം പാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ അങ്ങേ ഉപദേശിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല പറഞ്ഞോളൂ എന്ന് കൗശികനും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങിപ്പോൾ അങ്ങേക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ വിജ്ഞാനം സമ്പാദിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിലെ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അങ്ങയുടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ അങ്ങ് ശുശ്രൂഷിക്കുന്നില്ല. അവരെ വേണ്ട വിധം ശുശ്രൂഷിക്കുകയാണെങ്കിൽ, പരിപാലിക്കുകയാണെങ്കിൽ അങ്ങ് ധർമ്മത്തിൻ്റെ പാതയിലായിരിക്കും അപ്പോൾ സഞ്ചരിക്കുക. അപ്പോൾ ഈ ദേഷ്യം, കോപം, അങ്ങനെയുള്ള കാര്യങ്ങളിനെയൊക്കെ അങ്ങേക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ആത്മീയമായിട്ടുള്ള ആ ഒരു ഉയർച്ച, ആ ഒരു പുരോഗതി അങ്ങേക്ക് നേടിയെടുക്കാനായിട്ടും സാധിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് കൗശികൻ ആലോചിച്ചത്, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം പഠിക്കാനായിട്ട് പോകുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നോ അവരെക്കുറിച്ച് ചിന്തിക്കാനോ അവിടെ ഒന്ന് പോയി കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും മെനക്കെട്ടിട്ടില്ല ഇതുവരെ. ഇങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് വരുമ്പോഴും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഗുരുവിനെ സമ്മാനിക്കാനായിട്ട് വില കൂടിയിട്ടുള്ള പല വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള പലതും തൻ്റെ പിതാവും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താൻ എന്താ ചെയ്തത്?
മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അപ്പോൾ ഈ ഇറച്ചി വെട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇതൊക്കെ ഓർമ്മ വന്നത്. അതും ഭഗവാന്റെ അനുഗ്രഹമാണ്. ആ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായില്ലോ. അതും അദ്ദേഹത്തിന്റെ തപസ് കൊണ്ട്, ആ കാര്യങ്ങൾ കൊണ്ടാണ് ആ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടെ ആ ഒരു കൗശികന് ലഭിച്ചത്. അതോട് കൂടിയിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തുകൊണ്ടാണ് പക്ഷിയെ നോക്കിയപ്പോൾ അത് ഭസ്മമായി പോയത്? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പക്ഷെ ആ മനസ്സിലുള്ള ചിന്തകൾ വേറെ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ധർമ്മത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, കുറേ അറിവുകളൊക്കെ നേടും. പക്ഷെ എപ്പോഴും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായിരിക്കുള്ളൂ. എല്ലാ പുരോഗതിയേക്കാളും ഏറ്റവും ഉയർന്നതാണ് ആത്മീയമായിട്ടുള്ള പുരോഗതി. അപ്പം അതിന് വേണ്ടിയിട്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ കരുതാണ് കേട്ടോ. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. നന്നായി തന്നെ എല്ലാവരും നാമം ജപിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.